ഹലോ നമസ്കാരം. ബിഗ് ബോസ് സീസൺ 8 സെപ്റ്റംബർ ആദ്യവാരം ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നത്. ആഗസ്റ്റ് ആരംഭത്തിൽ തന്നെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ ആരംഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞ് പലർക്കും ആദ്യഘട്ട കോളുകൾ വന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരും കുറച്ച് ക്വാളിറ്റി ഉള്ള ആൾക്കാരും ആയിരിക്കട്ടെ. അഗ്നിപരീക്ഷയ്ക്ക് 5 പേരാണ് ജഡ്ജിംഗ് പാനലിലുള്ളത്. അത് മുൻ മത്സരാർത്ഥികളായിരിക്കും. അതുപോലെ തന്നെ ഒരു അവതാരകനോ അവതാരികയോ കാണും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ പറ്റുന്നവരായിരിക്കണം ഈ കോമണർ മത്സരാർത്ഥികളായിട്ട് ഹൗസിലേക്ക് കയറേണ്ടത് എന്ന് തോന്നുന്നു. ഒരു കോമണർ മത്സരാർത്ഥി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ അവസരങ്ങൾ പിന്തള്ളി ഹൗസിൽ കയറാൻ സാധിക്കുന്നവരാണ്. അപ്പോൾ ആദ്യ ആഴ്ചയിൽ തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയരാൻ സാധിക്കണം. കഴിഞ്ഞ സീസണിലെ ഹൗസിൽ കാലുകുത്തിയ നിമിഷം മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് അനീഷ്. ആദ്യം പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ചർച്ചയാകാൻ ശ്രമിച്ചു അദ്ദേഹം. അതാണ് വേണ്ടത്. അല്ലാതെ ആദ്യം നല്ലവനായി ഉണ്ണിയാകാൻ ശ്രമിച്ചാൽ പ്രേക്ഷകർ എടുത്ത് പുറത്ത് കളയും. നെഗറ്റീവോ പോസിറ്റീവോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആദ്യം ശ്രമിക്കണം. സെലിബ്രിറ്റികളെക്കാൾ കൂടുതൽ അവസരം സാധാരണക്കാർക്കാണ് നൽകേണ്ടത്. കാരണം സെലിബ്രിറ്റികൾ ഷോയിലേക്ക് കയറുമ്പോൾ തന്നെ അവരുടെ മുഖം സുപരിചിതമായിരിക്കും. കാരണം അവർക്ക് മില്യൺ കണക്കിനും ലക്ഷക്കണക്കിനും ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവരായിരിക്കും. അതുകൊണ്ട് സാധാരണക്കാർക്ക് ആദ്യ ആഴ്ചയിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉറക്കം തൂങ്ങിയിരുന്നാലും സെലിബ്രിറ്റികൾ നോമിനേഷനിൽ നിന്നും ഈസി ആയിട്ട് രക്ഷപ്പെടും. അതുകൊണ്ട് കോമണേഴ്സിന് അതൊരു ചലഞ്ചാണ്. മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു സെലിബ്രിറ്റിയോടൊപ്പം ഒരു സാധാരണക്കാരൻ മത്സരിച്ച് 100 ദിവസം നിന്നാൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ അയാളാണ് വിന്നർ. കഴിവുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവണം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് പിന്നീട് വരാം. താങ്ക് യു സോ മച്ച്.